വയനാട്ടിൽ കന്നി അംഗത്തിനിറങ്ങിയ പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വല ജയമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷവും മറികടന്നാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തുന്നത്. വയനാട്ടുകാരുടെ സ്നേഹത്തിന് പ്രിയങ്ക നന്ദി പറഞ്ഞു. LDFന് ചരിത്രത്തിലെ ഏറ്റവും കുറവ് വോട്ടാണ് ഇത്തവണ ലഭിച്ചത്. NDA സ്ഥാനാർത്ഥിക്കാകട്ടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love in my whole campaign while I was there, and then for voting for me in the manner that they have. It's a testament to the fact that my brother worked hard there, and their love for him and their trust in me. So I feel it's a great honor and I will respect it fully. I just was happy getting the love of the people. PS രഞ്ജിത്ത് ചേരുന്ന വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, പറഞ്ഞതിന് ഇരട്ടിയായ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധി നേടിയിരിക്കുന്നത്. കന്നി അംഗത്തിൽ പ്രിയങ്കയുടെ ജയം അത് ദേശീയ രാഷ്ട്രീയം പോലും ഉറ്റുനോക്കുന്നതാണ്. വിനിത, ഈ ചേലക്കരയും പാലക്കാടിനെയും അപേക്ഷിച്ച് വയനാട്ടിൽ മത്സരം പൊതുവെ കുറവായിരുന്നു എന്നല്ല, മത്സരം ഇല്ലായിരുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് ഏകപക്ഷീയമായ വിജയം എന്നുള്ളത് ഏകദേശം ഉറപ്പായ കാര്യമാണ്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ അത് ബാധിക്കുമോ എന്നൊരാശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക അസ്ഥാനത്താക്കിക്കൊണ്ട് 4,10,000 പരമുള്ള ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറിയിട്ടുള്ളത്. അതായത് ആകെ പോൾ ചെയ്യപ്പെട്ട 9,50,000 വോട്ടുകളിൽ 6,30,000 വോട്ടുകളും പ്രിയങ്ക ഗാന്ധി സമാഹരിച്ചു എന്നർത്ഥം. അതായത് 64% ജനങ്ങളും വോട്ട് ചെയ്യാൻ എത്തിയത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയായിരുന്നു. അത് ഇടതുപക്ഷത്തെയോ BJPയോ വലിയ തോതിൽ തിരിച്ചടിയായി എന്ന് പറയാനും സാധിക്കില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വയനാട്ടുകാരെ സംബന്ധിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ താല്പര്യമില്ലാത്ത ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുള്ളത്. സത്യൻ മുഖേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഏകദേശം 4% വോട്ടിൻ്റെ കുറവുണ്ടായി. 22,000 വോട്ടിൻ്റെ കുറവാണ്. ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയത് 2,11,000 വോട്ടുകളാണ്. അതേസമയം NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ സംബന്ധിച്ച് 1.5% വോട്ടിൻ്റെ കുറവുണ്ട്. 2024 K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 13% വോട്ട് നേടിയെങ്കിൽ ഇത്തവണ നവ്യ ഹരിദാസിന് കിട്ടിയത് 11.5% മാത്രമാണ്. വലിയ കുറവ് NDAക്ക് ഉണ്ടായി എന്ന് പറയാനും സാധിക്കില്ല. NDAയും CPI സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല. കാരണം വയനാട്ടിൽ ഏകപക്ഷീയമായി നടക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ തരംഗം പ്രിയങ്കരിയാകുന്നത് തന്നെയാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.